നമസ്കാരം. ബ്ലക്കൂറിൻ്റെ അടുത്തൊരു നമ്പർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം റംഷാദ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ദോസ്തിലാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓൾ ഇന്ത്യ റൈഡ് പോകണം ഒരു കാറും കൊണ്ട് ഇതില്ലേ. പക്ഷേങ്കിൽ അത് സാമ്പത്തിക പ്രയാസവും പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളും കൊണ്ട് അത് നടക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ദോസ്തും കൊണ്ട് ഓൾ ഇന്ത്യ ഇല്ലെങ്കിലും സൗത്ത് ഇന്ത്യ മൊത്തം കറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ്, 9-ാം തീയതി ഞായറാഴ്ച. ഓക്കെ, അപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ സൗത്ത് ഇന്ത്യ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തേക്കെല്ലാം ഇങ്ങനെ പോകും. ഇപ്പോൾ ബാംഗ്ലൂരേക്ക് ലോഡ് കൊണ്ട് പോകുന്നുണ്ട്, അവിടെ പോയി ലോഡ് ഇറക്കും, അതിനുശേഷം തിരിച്ചു വരും. തിരിച്ച് കിട്ടുന്നിടത്തേക്ക് ലോഡ് പോകും. പരമാവധി മാക്സിമം സൗത്ത് ഇന്ത്യ ഒന്ന് കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താ പറയുക, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടി ലോഡാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും അടുത്തുള്ള, അതായത് കണ്ണൂരുകാരനായി എനിക്ക് ഏറ്റവും അടുത്തുള്ള മെട്രോപൊളിറ്റൻ ആ സിറ്റിയായ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗമായ മടിവാളയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പ്രാവശ്യം ഛർദ്ദിച്ചു വെച്ച കാഴ്ചകൾ തന്നെ ആയിരിക്കും. ഈ കണ്ണൂരുകാരായാലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലെ ആൾക്കാരായാലാണെങ്കിലും ഒരു തവണയെങ്കിലും ബാംഗ്ലൂർ പോകാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ വഴികൾ കാണിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. എന്നാലും നമുക്ക് കുറച്ചെല്ലാം കാണാം. നമുക്കില്ല ചായ കുടീൻ്റെ പരിപാടിയും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് കണ്ടിട്ട് ഇങ്ങനെ അടിച്ചും പൊളിച്ച് പോവാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം, എനിക്ക് തന്നെ എന്നോടൊരു തോന്നലുണ്ടായിരുന്നു, ഞാനെന്തിനാ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഈ പരിപാടി നിർത്താന്ന് വെച്ചാൽ, അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ചെയ്തിരിക്കുന്ന സാധനം കണ്ട, ഈ പഴയ റെഡ്മി 10 ആണ് എൻ്റെ ഗാഡ്ജറ്റ് ഫോണ്. ഇതിൽ ഐഫോണും മറ്റേതൊന്നുമില്ല അപ്പം നമുക്ക്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ആയുധമില്ല എനിക്ക്, ഒരായുധമില്ലാത്ത പടയാളിയാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്യും, വീഡിയോ എടുക്കാനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഒരു പഴയ GoPro 6 എന്നോട് പറഞ്ഞാൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ഉപയോഗിച്ചോന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലോണ്ടാണ് പഠിച്ചാൽ സാധിച്ചിട്ട് ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നു. അതില്ലെങ്കിൽ ഞാൻ എങ്ങനെ വീഡിയോ ഇടാനാണ്. ഓക്കെ, പിന്നെ കാട് കയറിയിട്ടൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് മുമ്പിലത്തെ കാഴ്ചകളാണോ, മുമ്പിൽ നിന്ന് നോക്കിയതാ ഇതന്നെ സംഭവം തന്നെ. ഇതാ ഇങ്ങനെ ഉള്ളിൽ വരെ സാധനമുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇരുട്ടീൻ്റെ മണ്ണിറ്റേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നെ വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ റോഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്നാ കാണാം, ഇനി നമുക്ക് ചുരത്തുമ്പോൾ കുറച്ച് വണ്ടീൻ്റെ ഫോട്ടോസും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറച്ച് കാലമായിട്ട് വണ്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കായിരുന്നു. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നൈസായിട്ട് ഞാൻ വണ്ടീൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പാടാനല്ല പറയാനല്ല കരിങ്കാലിയല്ല. നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇടയ്ക്കിടയ്ക്ക് പാട്ടെല്ലാം വരും. ഒറ്റക്കല്ലേ, ആരുമില്ല, ഒറ്റക്കാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഇനി ആടുന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഓൾ ഇന്ത്യ റൈഡ് പോകാമെന്നില്ലേ. അതെന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പോകാൻ പറ്റൂല. അപ്പം പോകാൻ പറ്റുന്നൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇതാണിപ്പം ചെയ്യാൻ പറ്റുന്ന പരിപാടി. കാരണം നമുക്ക് ഈ ദോസ്തിനെ കൊണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യ അടിക്കാൻ പറ്റുമോ നോക്കാം. ഞാനിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയാൽ നടക്കാറ് തന്നെ. ഞാൻ ഒരു 4-5 ഷർട്ടും പാൻറ്റെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചിനി. പിന്നെ അങ്ങ് പോവാം, നമുക്കില്ല ഇതൊന്നുമില്ലല്ലോ, തിരക്കണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ വീഡിയോസ് എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ കുറച്ച് റിസ്റ്റ് എടുക്കാൻ വെച്ച് ഒന്നുമില്ല. രോഹിത് ശർമ്മ എല്ലാം അടിക്കുന്നതുകൊണ്ട് കുറച്ച് കളി കണ്ടിട്ട് പോകാൻ വെച്ചു. അങ്ങനല്ല, കുറച്ച് കളി കാണാം. രോഹിത് ശർമ്മ നല്ല കിടലം ബാറ്റിങ് ഉണ്ട്. പിന്നെ സെഞ്ചുറി ആവാനായി അതെല്ലാം കണ്ടിട്ട് നല്ല പോകാലോ. ലൈറ്റിൻ്റെ കുറച്ച് അപ്രമാദിത്യം ഉണ്ട്, ലൈറ്റ് കുറച്ച് കുറവുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ശരിയായ കോടയാണ്. അന്നെ കാണുമോയെന്നറിയില്ല, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. GoPro ആയതുകൊണ്ട് തിരിയുന്നില്ല. കോട എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കോട. പിന്നെ ചെറിയൊരു പണി കിട്ടി, വണ്ടീൻ്റെ പെഡല് ആവുന്നില്ല, സെൻസറിൻ്റെ ചെറിയ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ആടേക്ക് പോയിട്ട് തീർക്കണം. അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാം.
അപ്പം ഞാനിപ്പോൾ നമ്മളെ മാക്കൂട്ടം കൂട്ടുപുഴ ചുരം കയറിയിട്ട് ഇങ്ങ് മുകളിലെത്തി. ഉൻസൂർ റോഡ് കയറിയിട്ടില്ലേ, ഇനി ഉൻസൂർ റോഡിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പിടിക്കണം, മൈസൂർ പിടിക്കണം. മൈസൂർ എത്തൂല, മൈസൂർ എത്തുന്നതിന് മുമ്പ് നമ്മളെ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഉണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് അങ്ങ് പോയാൽ വി ഹാവ് ടു റീച്ച് ദ ബാംഗ്ലൂർ. അപ്പോൾ ഫൈനലി വി റീച്ച് ബാംഗ്ലൂർ ഹൈവേ. ഓക്കെ, ഇത്രയും നേരം വീഡിയോ എടുക്കാത്ത വെച്ചാൽ നൈറ്റാണ്, ഗോപ്രോ ആണ്, വലിയ ക്ലിയർ ഒന്നുമില്ല. ഇപ്പം ഏകദേശം ഒരു സമയം 6 മണി കഴിഞ്ഞു തോന്നുന്നു. ഏതാ തണുപ്പ്, ഏതാ വ്യൂ മോനെ വണ്ടി, ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഇത് ഒരുപാട് ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാണ് പുതിയ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഉള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 140 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് റോഡാണ്. ഓക്കെ, 140 കിലോമീറ്റേഴ്സ് സ്ട്രെയിറ്റ് റോഡാണ് ഇത്. പിന്നെ ഇതിൽ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഏത് വണ്ടിയായാലും 100 എബോവ് പോയി കഴിഞ്ഞാൽ ഫൈനാണ്. അത് 120-ന് മുകളിലോട്ടേക്കാണ് നിങ്ങളെ സ്പീഡെങ്കിൽ അത് FIR ആയിട്ട് വരാം. അതായത് മറ്റേതെല്ലാം ഫൈൻ അടച്ചാൽ മതി, ഇതാ വരിക്ക് മറ്റേ നീണ്ടത്തെല്ലാം കൊടുക്കേണ്ടി വരും. മറ്റേ എന്നാപ്പാ കോടതിയിലെല്ലാം വന്നിട്ട് പൈസ എല്ലാം അടക്കേണ്ടി വരും. പിന്നെ അന്നെ കണ്ട നല്ല തങ്ങമാരമാരിയില്ലേ, വേറൊന്നല്ല, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ശരിയായ തണുപ്പാണ്. ഞാൻ ഈ പ്രാവശ്യം മൂന്നാർ പോയി, വയനാട് പോയി, പക്ഷെ ആടെ മൂന്നാറൊന്നും ശരിക്കും പറഞ്ഞാൽ തണുപ്പേ ഉണ്ടായിട്ടില്ല, ഇടുക്കിയിലൊന്നും തണുപ്പേ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു രക്ഷയില്ല, ശരിയായ തണുപ്പ്. അതുകൊണ്ട് ഒരു ലുങ്കി എടുത്തിട്ട് പൊറച്ചാ, ലുങ്കി എടുത്തോണ്ട് ഇപ്പോൾ ഉപകാരമായി. പിന്നെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും നല്ല ചവിട്ടാണ്. പിന്നെ ടോളുണ്ട്, ടോള് കട്ടാക്കണം, എല്ലാണ്ടൊന്നും ബാക്കിയാവില്ല. എന്നാ പറയുന്നത്, ജീവിക്കണ്ടേ. പിന്നെ എന്തുണ്ട് വീഡിയോ ക്ലാരിറ്റി എന്തുണ്ട്, നമുക്ക് ഗോപ്രോന്റെ സ്ഥിരാക്കാൻ തോന്നുന്നല്ലേ. ഇതാ നല്ല സുഖമുണ്ട് കേട്ടോ പിടിക്കാൻ, ഇതാക്കാനെല്ലാം ഇതുണ്ടോ, ശരിയായ വ്യൂ ആണ്. വ്യൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോക്കാണ് എല്ലാവരും. ഞാൻ മാത്രമേ മെല്ലെ പോകാം കേട്ടോ, 60-ലായിട്ടാണ് ഞാൻ പോകും, 60. എന്നാ പിന്നെ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പിരാന്തിന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓൾ ഇന്ത്യ റൈഡ് പോകണം, അതും 800 കൊണ്ട്. ഞാൻ ഒരുപാട് കാലം ഇത് പറഞ്ഞു നടക്കുന്നില്ല, പക്ഷെ അത് നടത്തും ഇൻഷാ അല്ലാഹ്. നിങ്ങളല്ലേ പഠിച്ചോല്ലേ വലുത്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനത് നടത്തിയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടൽ മതിയാക്കണം എന്ന് വിചാരിച്ചാണ്, കാരണം വലിയ റീച്ചൊന്നും കിട്ടുന്നില്ല വെച്ചിട്ട് മതിയാക്കണം എന്ന് വെച്ചാൽ. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു 3-4 ദിവസം മുമ്പ് വെറുതെ ഞാൻ പറഞ്ഞ് ഇൻസൈറ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ, വീഡിയോന് ഇൻസൈറ്റ് നോക്കിയപ്പോൾ എന്നെ കാണാൻ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ അതിന് നിർത്തുന്നു, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇത്രയും മറ്റേ നമ്മൾ ശ്രമിക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടല്ലേ, കിട്ടും ഉണ്ടല്ലോ. പിന്നെ ഞാൻ വെറുപ്പിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇനി വെറുപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് അടിച്ചാൽ മതി. കണ്ട കിട്ടില്ല പറയും പാടം നെൽപ്പാടങ്ങൾ, ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. ഒരു രക്ഷ വെച്ചാൽ ഒരു രക്ഷയില്ല വ്യൂ കാണാതെ, കിട്ടില്ലമ്പാറിയ വ്യൂസോ, കിട്ടില്ലമ്പാറിയ വ്യൂസ്. അപ്പം പിന്നെ നമുക്കൊരു പണി ചെയ്യാം, വെറുതെ എന്തിനു നിങ്ങളെ സമയം കളയുന്നു. ഞാൻ കുറച്ച് ഓടിയിട്ട് ചെയ്യാൻ നമുക്ക് എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ടൈം ലാപ്സ് ആക്കി ഇട്ട് നോക്കിയാലോ, വേണ്ട അല്ലേ, വെറുതെ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് 2-3 സ്ഥലങ്ങളങ്ങ് വിസിറ്റ് ചെയ്യാൻ, വണ്ടി അവിടെ വെച്ചിട്ട് അത് വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക്, അതായത് വണ്ടീൻ്റെ കുറച്ച് പാർട്സും കാര്യമെല്ലാം കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങൾ, പാർട്സ് മീൻസ് അലങ്കാര അഭിജാത വസ്തുക്കൾ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കസിൻ്റെ വണ്ടി ഇട്ടോട്ട് ബൈക്ക്, ഇതാടെ ഇതെടുത്തിട്ട് നമുക്ക് അങ്ങിങ്ങും പോകാൻ കഴിയില്ല. ഇതാടെ വെച്ചിട്ട് കസിൻ്റെ വണ്ടി ഇട്ടോ അതും എടുത്തിട്ട് പോയിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാം. ഓക്കെ, ഇന്നും ഉണ്ടാവും, നാളെ ലോഡാകുന്ന വരെ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ സൗത്ത് ഇന്ത്യ മിഷൻ, സൗത്ത് ഇന്ത്യ. ഓക്കെ, പിന്നെ സൂര്യോദയം കണ്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. സൂര്യനത് ഉദിച്ച് വരുന്നുണ്ട്. പുലരേ പൊണ്ണി അങ്ങനെ ഒരു പാട്ടിലുണ്ടല്ലോ, നമുക്കറിയില്ല. കണ്ട സൂര്യനെ കണ്ട നല്ല ചോന്നല്ല പപ്പടം ചോന്ന പോലെയുള്ള സൂര്യനെ കണ്ട, സൂര്യൻ പൊന്തി വരുന്നുണ്ട്. അല്ലോ സൂര്യനെ കാണാൻ
ഇതെല്ലാം ഇങ്ങനത്തെ എല്ലാം കാഴ്ചകൾ കിട്ടണമെങ്കിൽ പുറത്തിരുന്നാൽ കിട്ടൂല. പുറത്തേക്ക് വരുന്ന വേണം, പുറത്തിറങ്ങി തന്നെ വേണം. ഓക്കെ, അപ്പോൾ സൂര്യൻ ഒളിച്ചുപോയി. നല്ല രീതിക്ക് ഉണ്ടായി. പക്ഷെ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കിൽ സൂര്യൻ അങ്ങ് ഒളിച്ചുപോയി. ചായ കുടിക്കാൻ, ചായക്ക് കടി എന്തോ ഒരു കേക്ക്, ചായ.